അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ അലിഹി വസഹാബിഹി അജ്മഈൻ അമ്മാബാദ്. ഏറ്റവും പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, ശ്രോതാക്കളെ, ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ബലിപെരുന്നാളിൻ്റെ ആഘോഷത്തിൻ്റെ നിറവിൽ ത്യാഗത്തിൻ്റെ സ്മരണകൾ ഒരു പ്രവാചകൻ്റെ മാത്രമല്ല, ഇബ്രാഹിം പ്രവാചകനും അദ്ദേഹത്തിൻ്റെ കുടുംബവും മൊത്തത്തിൽ നമുക്ക് മാതൃകാപരമായി ജീവിച്ച ഒരു കുടുംബമാണ്. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ സങ്കടങ്ങളുമൊക്കെ നാം പങ്കുവെക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കുടുംബമാണ് ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമൊക്കെ. അതുകൊണ്ട് തന്നെ അവരെ ഓർത്തുകൊണ്ട് ഈ ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കട്ടെ. നമ്മുടെ കൂടെ നമ്മുടെ ഹാരിസ് മൗലവി നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ആദ്യം സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൗലവി, നമ്മുടെ ഈ പ്രോഗ്രാം ഇപ്പോൾ തുടങ്ങിയിട്ട് 39ാമത്തെ എപ്പിസോഡാണ്. നമുക്ക് ഇനിയും അത്രയും എപ്പിസോഡുകൾ എടുത്താൽ പോലും നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിക്കൂല. കാരണം അത്രയും സങ്കടങ്ങളാണ് വന്നിട്ടുള്ളത്, ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും പലരും സങ്കടങ്ങൾ പറയുമ്പോൾ പലരത് പരിഹരിച്ചു പോവും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ആവർത്തിക്കുന്ന പോലെ 36 വർഷമായിട്ട് നടക്കാത്തത് നമ്മുടെ ഒരു ചെറിയ ഇടപെടൽ കൊണ്ട് നടന്നു. എന്നാൽ ചിലത് നടക്കാതെ പോവുകയും ചെയ്യുന്നു എന്നുള്ളത് പലരും പറയാറുണ്ട്. അപ്പോൾ അവരെന്നെ പറയും, ചിലത് ഒരാശ്വാസം കിട്ടാൻ വേണ്ടി ചോദിക്കുന്നു, ചിലത് നടക്കുന്നു എന്നൊക്കെ പറയും. ഏതായിരുന്നാലും ഇത്തരമൊരവസ്ഥ, അതായത് ഇങ്ങനെ ഈ കൗൺസിലും അതുപോലെ തന്നെ ആളുകൾ വളരെ വിജ്ഞാനത്തിൻ്റെ ഒരു വിസ്ഫോടനത്തിൽ ജീവിക്കുമ്പോൾ പോലും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതെ അതെ. അപ്പോൾ അതൊന്നും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ല എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ആമുഖമായി നമുക്ക് ആ ഒരു വിഷയം പറഞ്ഞിട്ട് ചോദ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. എന്താ പറയുക, ഇതിപ്പോൾ ഏതൊരു കുടുംബജീവിതത്തിൽ ഇടപെടുന്ന ആളുകളാണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരമാവധി പരിഹരിച്ചു പോകാൻ വേണ്ടി അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ടായിരിക്കും. കാരണം കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ജീവിതം പൂർണ്ണമായും അസ്വസ്ഥതയും അസമാധാനവും നിറഞ്ഞതാവും. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും ദാമ്പത്യ രംഗത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അവരുടേതായ ശ്രമങ്ങൾ ധാരാളം നടത്തും. അപ്പോൾ അത് നടത്തിയിട്ട് അതിനൊരു പരിഹാരം കാണാതിരിക്കുകയും ദീർഘമായ കാലം ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരെന്ത് ഒരു നിഗമനത്തിലെത്തിച്ചേരും, ഇതൊന്നും ഇനി ശരിയാവില്ല, ഇതിങ്ങനെ തന്നെ പോകുള്ളൂ എന്നൊരു നിഗമനത്തിൽ. ഈ പ്രതീക്ഷയില്ലായ്മയാണ് പല പ്രശ്നങ്ങളും മരണം വരെയും മുന്നോട്ട് പോകാനുള്ള കാരണം. സത്യത്തിൽ അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ്. ഏതൊരു വ്യക്തിയിലും എന്ത് ചെയ്യും, മാറ്റങ്ങളുണ്ടാകും. ഈ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാറ്റങ്ങളില്ലാതിരിക്കാൻ കാരണം ഈ രണ്ടുപേരും എന്താണ് പ്രശ്നമെന്നും എന്താണ് പരിഹാരമെന്നും അവർ തിരിച്ചറിയുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം, കാരണം പൊതുവായിട്ട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണിത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഭാര്യ പറയാണ്, എന്താണ്, എൻ്റെ ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല, ഭയങ്കര നിരുത്തരവാദപരമാണ് അയാളുടെ സമീപനങ്ങൾ, ഒരു തൊഴിലിന് ശരിക്കും അയാൾ പോവില്ല, ഞാൻ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരില്ല, എനിക്കൊരു അസുഖമായാലും എന്നെ പരിഗണിക്കില്ല, എനിക്ക് മര്യാദക്കൊരു ഡ്രസ്സ് എടുത്ത് തരില്ല, ഇങ്ങനെ പറയും ഭാര്യമാർ. എന്നാൽ ഇത് പറയുന്ന സഹോദരിയുടെ ഭർത്താവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാൾ എന്താ പറയുക അറിയോ? അയാൾ പറയും, അനുസരണം എന്ന് പറഞ്ഞാൽ അവൾക്കില്ല, ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കില്ല, അവൾ തീരുമാനിച്ചനുസരിച്ച് പോവുള്ളൂ, ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല, അവൾ ഇന്നൊരു കാര്യം ചെയ്ത് എന്നോട് ചോദിക്കാതെയാണ്, എന്നോട് സംസാരിക്കാതെയാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് അയാളുടെ ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഇത് ശരിയാണോ എന്ന് ഇവരോട് ചോദിക്കുമ്പോൾ അയാളിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തമായി എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, ഒരു സുരക്ഷിതത്വം വേണ്ടേ. അപ്പോൾ ഞാൻ അയാളുടെ സമ്മതമില്ല ഒരു കോഴ്സിന് പോയി, ഞാൻ അയാളുടെ സമ്മതമില്ല ഒരു ജോലിക്ക് പോയി, ഞാൻ അയാളുടെ സമ്മതമില്ല ഞാൻ വീട്ടിൽ പോകും, അപ്പോൾ അയാളിൻ്റെ കാര്യം നോക്കണില്ല, അപ്പോൾ എനിക്കെൻ്റെ കാര്യം നോക്കണ്ടേ, എനിക്ക് പരിഹാരം ഉണ്ടാക്കണ്ടേ എന്ന് അവൾ പറയും. ഇയാളെന്താ പറയുക, വേണ്ട, അവൾ കോഴ്സിന് പോയതിനോട് ചോദിക്കാതെയാണ്, അവൾ ജോലിക്ക് പോയതിനോട് ചോദിക്കാതെയാണ്, പിന്നെ ഞാൻ അതിനുള്ള കാര്യം നോക്കണു, അവളെ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് പോകണില്ലേ, അപ്പം ഞാനത് നോക്കേണ്ട കാര്യം എന്താണ്, എന്നെ അനുസരിക്കുകയാണെങ്കിലേ ഞാൻ നോക്കേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, അയാൾ അനുസരിക്കുന്നില്ല എന്നതാണ് അയാൾ നോക്കാതിരിക്കാനുള്ള കാരണമായി പറയുന്നത്. തിരിച്ചെങ്ങനെയാണ്, നോക്കാത്തത് കൊണ്ടാണ് ഞാൻ അനുസരിക്കാത്തത്. അപ്പോൾ ഞാൻ സാധാരണ ഉദാഹരണം പറയും, പൂച്ചയുടെ കഴുത്തിൽ മണി കെട്ടിക്കഴിഞ്ഞാൽ മണി കിലുങ്ങും തോറും പൂച്ച ഓടുകയാണ്.
പൂച്ച ഓടും തോറും മണിക്കിലും. കിളിങ്ങാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ രണ്ടുപേരുടെ നയം മാറ്റുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ അവരോട് പറയണത് എന്താ അറിയോ, നിങ്ങളിൽ ആര് തെറ്റ് ആര് ശരി എന്നുള്ളതല്ല, നിങ്ങൾക്ക് 2 മക്കളില്ലേ, നിങ്ങൾക്കൊരു ജീവിതം വേണ്ടേ, അപ്പോൾ ഒരു തിരിച്ചറിവുണ്ടാവണം. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാ കാര്യങ്ങളും വൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ അതിൽ ഇടപെടണം, നിങ്ങൾ പരിഹരിച്ചു കൊടുക്കണം. അവളുടെ ആഗ്രഹങ്ങളോ അവളുടെ താല്പര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കഴിയുന്നതൊന്നും ബാക്കി വെക്കരുത്. അങ്ങനെ ഒരു മാറ്റത്തിന് അയാൾ തയ്യാറുണ്ടാവുമ്പോൾ ഇവളും ഒരു മാറ്റത്തിന് തയ്യാറാവും. അല്ലെങ്കിൽ ഇവളൊരു മാറ്റത്തിന് തയ്യാറായാലോ അയാളൊരു മാറ്റത്തിന് തയ്യാറാകും. ഈ 2 പേരും സഹകരിച്ച് മുന്നോട്ട് പോകാനും പ്രശ്നം തിരിച്ചറിഞ്ഞ് പരിഹരിക്കാനും ശ്രമിക്കാത്തിടത്തോളം കാലം ഈ 2 പേരും ഇതേ വാദങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് അവസാനം വീട്ടിൽ പറഞ്ഞ് വീട്ടുകാരിടപെട്ട് പിന്നെ പള്ളിക്കമ്മിറ്റിയിൽ പറഞ്ഞ് പള്ളിക്കമ്മിറ്റിക്കാരിടപെട്ട് അവസാനം എല്ലാവരും എത്തിച്ച നിഗമനം എന്താണ്, ഇവർ നേരാവില്ല എന്നാണ്. അപ്പോൾ ചിലപ്പോൾ ആങ്ങളമാർ പറയും, നീണ്ട് പോന്നോ, ഞങ്ങൾ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം. വേർപ്പെടുത്താൻ മാത്രമേ വാക്ക് ഉപകരിക്കുള്ളൂ. അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞ് പരിഹരിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സങ്കീർണമായി അനന്തമായി അവസാനിക്കാത്തതായി മുന്നോട്ട് പോകുന്നത്. ഈ തിരിച്ചറിവ് 2 പേർക്കും നൽകലാണ് നമ്മുടെ ഈ ലൈവ് കൗൺസിലിംഗ്, അല്ലെങ്കിൽ പേഴ്സണലായി നൽകുന്ന കൗൺസിലിങ്ങൾ, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ, എല്ലാറ്റിലും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, ഈ തിരിച്ചറിവാണ്. അത് കിട്ടുമ്പോൾ മാത്രമേ പ്രശ്നങ്ങൾ അവസാനിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവനവൻ്റെ കടമകൾ അവനവൻ നിർവഹിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തിരിച്ചറിവാണ് ഇവിടെ നമുക്ക് ആവശ്യമെന്നുള്ളതാണ് ഇതിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒരു സഹോദരി ചോദിച്ചിട്ടുള്ളത് 2 മക്കളുണ്ട്. പിന്നെ ഭർത്താവ്, അതായത് സ്ത്രീ കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീധനം വാങ്ങിയിട്ടാണ് ഈ സഹോദരൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് സഹോദരിക്ക് സ്ത്രീധന വിവാഹത്തിനോട് താല്പര്യമില്ല, പക്ഷേ എങ്കിലും അങ്ങനെ വീട്ടുകാരെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ കല്യാണം കഴിച്ചു. സ്വാഭാവികമായി അയാൾ ബിസിനസ്സൊക്കെ നടത്തി അങ്ങനെ പോവുകയാണ്. പക്ഷേ ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ഇവരെ സ്വർണ്ണമൊക്കെ എടുത്ത് അവസാനം ആദ്യം പണയം വെച്ചു. അപ്പോൾ പണയം വെക്കേണ്ട, പലിശയുമായി ബന്ധമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ഒഴിവായി പിന്നെ വിറ്റു. ഏതായാലും ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ സ്വന്തമായിട്ടൊരു വീടില്ല. ഇപ്പോൾ കച്ചവടം വളരെ മോശം അവസ്ഥയിലാണ്. അതിന് അയാൾക്ക് സങ്കടമുണ്ട്. അപ്പോൾ ഒരു വയസ്സുള്ള കുട്ടി, 2 കുട്ടികൾ, ഒരു കുട്ടി ചെറുതാണ്, 1 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഈ പെണ്ണിന് TTC ഒക്കെ കഴിഞ്ഞാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജോലിക്കൊക്കെ സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? ഒരു വയസ്സുള്ള കുട്ടി പിന്നെ മുലപ്പാൽ കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ അതൊരു പ്രശ്നമാകുമോ എന്നുള്ള ഒരു സങ്കടം, അവർക്കൊരു പ്രയാസമുണ്ട്. അപ്പോൾ അതാണ് അവർ ചോദിക്കുന്നത്. ഒന്നാമത്തെ ഒരു ചോദ്യം ഇതിലിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഇവിടെ സംരക്ഷണ ചുമതലയും ഇവർക്ക് ചെലവിന് നൽകാനുള്ള കാര്യങ്ങളും എല്ലാം അത് 100% ഭർത്താവിൻ്റെ മേൽ ബാധ്യതയാണ്. അയാൾ നിർവഹിക്കേണ്ട പാർട്ട് അയാൾ നിർവഹിക്കാതെ വരുമ്പോൾ, അയാൾക്ക് സാധിക്കാതെ വരുമ്പോൾ ഒരു വൈഫിന് സഹായിക്കാം. പക്ഷെ അവരതിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കുട്ടികളെന്താകും, അനാഥമായി. അപ്പോൾ എങ്ങനെയാണ് അവിടെ കുട്ടികൾക്ക് ഉമ്മയുടെ ഒരു അസാന്നിധ്യം അറിയിക്കാതെ അവർക്കൊരു ജോലിക്ക് പോകാൻ പറ്റുമെങ്കിൽ അതിനൊന്നും ബുദ്ധിമുട്ടില്ല, ഭർത്താവിനെ സഹായിക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, പൊതുവേ ഈ ഒരു വാക്കുകൾ നമുക്ക് കിട്ടുന്നത്, ഭർത്താവ് പൊതുവേ എന്താണ്, അയാളുടെ ജോലി കാര്യങ്ങളിലൊന്നും വേണ്ടത്ര ഒരു വിജയത്തിലേക്ക് എത്തുന്നില്ല എന്നാണ് നമ്മൾ കാണുന്നത്. പൊതുവേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്, ഭർത്താക്കന്മാരെന്ത് ചെയ്യുമെന്നറിയോ, അല്പം ബുദ്ധിമുട്ട് വരുമ്പോഴേക്കിനും ഭാര്യമാർ ആഭരണം വാങ്ങും, വിൽക്കും, അതെടുക്കും, എന്നിട്ട് അവർ പല ബിസിനസ്സിലേക്ക് ഇറക്കും, അവസാനം അതൊക്കെ പരാജയപ്പെടും. സത്യത്തിൽ നമ്മൾ ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഒന്നാമത് ഭാര്യമാരുടെ ആഭരണം നമ്മൾ വളരെ നിവർത്തിയില്ലെങ്കിൽ മാത്രം അത് നമ്മളതല്ലല്ലോ. 100% അവരുടേതാണ് ആഭരണം. നമുക്കതിൽ ഒരു അവകാശമില്ല. നമ്മളെ ഭാര്യയായി പോയി എന്നുള്ളത് കൊണ്ട് അവിടെ സ്വത്ത് മുഴുവൻ നമ്മുടേതാണെന്നുള്ള തെറ്റായ ഒരു കാഴ്ചപ്പാട് മാത്രം. അവിടെ സ്വത്ത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് തരാം, അത് പിന്നെ കടമായി തരാം, അല്ലെങ്കിൽ ഒരു സമ്മാനമായി തരാം എന്നതിൽ കവിഞ്ഞ് അവരെത്തുന്നതെന്താണ്, നിൻ്റെ ആഭരണം താ എന്ന് പറയാനുള്ള ഒരു നിലക്കുള്ള അവകാശം നമുക്കില്ല. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥ എന്താ വെച്ചാൽ, ഇവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു സമ്പാദ്യമായി കിട്ടുന്ന ഒരു കാര്യം, അത് പിന്നീട് എന്താ വെച്ചാൽ ജീവിതത്തിൽ ഒരു അസറ്റായിട്ട് അവർ കാണുകയാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഈ ടെൻഷൻ ഏത് കാലത്തും നിലനിൽക്കും. എൻ്റെ ഗോൾഡ് ഒരു 30 പവൻ ഉണ്ടായിരുന്നു, അത് അന്ന് തീർന്നു, അന്ന് പോയി, ഈ സങ്കടം തീരൂല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കി നമ്മൾ പരമാവധി അത് ആശ്രയിക്കാതിരിക്കലാണ് നല്ലത്.
ഇനി അങ്ങനെ വാങ്ങുന്ന ആളുകൾ എന്താ വെച്ചാൽ പൊതുവേ ഒരു അധ്വാനത്തിനോ പരിശ്രമങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും. വെറുതെ ഒരു പരീക്ഷണത്തിന് ഓരോന്നും നടത്തി അത് പരാജയപ്പെട്ട് വീട്ടിലിരിക്കണം. ഒരാൾ ഇന്നൊരു ജോലിക്ക് പോയാലും എന്തായാലും ഒരു 800-1000 രൂപ കിട്ടൂലേ? നമുക്കൊരു മുടക്കുമില്ലാതെ ഒരു വാടക കൊടുത്ത് കെട്ടിടമെടുത്ത് എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് മൂലധനം നിക്ഷേപിച്ച് ഒരു ബേക്കറി നടത്തുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ചെന്നാൽ അയാൾ ഈസി ആയിട്ട് നമുക്കൊരു 500-800 തരും. ഒരു മുടക്കില്ല. രാവിലെ ചെല്ലുക, വൈകുന്നേരം ആ പൈസയും വാങ്ങി പോന്നാൽ മതി. ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ അതുപോലെ. പക്ഷേ അങ്ങനെ ഒരു അധ്വാനത്തിന് പല ആളുകളും തയ്യാറാവാത്തതാണ് ഇത്തരം സ്ത്രീകളുടെ ഏറ്റവും വലിയ സങ്കടം. അപ്പോൾ നമുക്ക് ഈ സഹോദരി പറയാനുള്ളത് ഭർത്താവിനെ സഹായിച്ചോളൂ. പക്ഷേ ഭർത്താവ് ഈ ഒരു ജീവിതശൈലി ഉപേക്ഷിക്കാതെ നമ്മൾ ഇനി ഭർത്താവിൻ്റെ ജോലിയും കൂടി നമ്മൾ ഏറ്റെടുത്ത് വീട്ടിലേക്കുള്ള വരുമാനം കുട്ടികളുടെ പഠനം കൂടി നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, പരമാവധി ഭർത്താവ് തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് സുരക്ഷിതത്വം. എന്നാൽ നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ ഭർത്താവിനെ സഹായിക്കുക, നമ്മുടെ കാര്യങ്ങൾ പോവാൻ അവർ ക്വാളിഫൈഡ് ആണെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരാതെ അവരെന്ത് ചെയ്യുക. പക്ഷേ അപ്പോഴും നമ്മൾ പറയാം, മുൻഗണന എന്തിനു തന്നെയാണ് കുട്ടികൾക്കാണ്. അവർക്ക് ഉമ്മയുടെ അസാന്നിധ്യം ഒരു പ്രശ്നമാവില്ലെങ്കിൽ അവർക്ക് ജോലിക്ക് പോവാം. അതല്ലെങ്കിൽ ആ കുട്ടികളോടുള്ള കടമക്ക് തന്നെയാണ് നമ്മൾ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത്. നമുക്ക് രണ്ടാമതൊരു ചോദ്യമുള്ളത് മറ്റൊരു സഹോദരിയുടെ ചോദ്യം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന ആ പെണ്ണിന് ഭർത്താവിൻ്റെ വീട്ടിലാണല്ലോ, പിന്നെ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റൂലേ? അത് ഭർത്താവിന് പറഞ്ഞേക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? അങ്ങനെ പറഞ്ഞേക്കാത്ത ഭർത്താക്കന്മാരെ അവരല്ലാഹു ശിക്ഷിക്കുമോ എന്നൊരു സംശയം. ഇതെന്തുള്ളൂ അറിയും, സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ഈ ഭർത്താവ് ശരിയായ ഒരു സംരക്ഷണം ഭർത്തൃ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടികളും അവളുടെ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കൂല. അത് വാപ്പാനും ഉമ്മാനും കാണാനുള്ളൊരാഗ്രഹമാണ്. ഈ വീട്ടിൽ പോകാനുള്ള ടെൻഡൻസിക്ക് പിന്നിലൊക്കെ ഉള്ളത് എന്താ വെച്ചാൽ ഒരു റെസ്റ്റാണ്. ഈ ഭർത്താവിൻ്റെ വീട്ടിലൊരു സ്വൈരമില്ലാതെ ആകുമ്പോൾ തൽക്കാലം ഒരു ഇടവേള, ഒരു വെക്കേഷൻ കിട്ടുക എന്നുള്ള നിലക്ക്, ഒരു ഇൻ്റർവെൽ നിലക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന പെൺകുട്ടികൾക്ക് പൊതുവേ ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് ഭർത്തൃവിടുന്ന് സമ്മതം കിട്ടൂല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവളുടെ മാനസികാവസ്ഥയോ ജീവിതാവസ്ഥയോ ഒന്നും അറിയാതെ അവളെ ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം ഒരു യന്ത്രമായിട്ട് അല്ലെങ്കിൽ ഒരു വേലക്കാരിയായിട്ട് ഉപയോഗിക്കുമ്പോൾ അവൾ ഒരു ദിവസം അവളെ വീട്ടിലേക്ക് പോയാൽ ഇവിടുത്തെ പണികൾ അവിടെ കിടക്കും. അപ്പോൾ ഈ ഒരു ചിന്താഗതി വീട്ടുകാർക്ക് പൊതുവെ ഉണ്ടാവാം. പക്ഷെ ആ ചിന്താഗതിയെ ഭർത്താവ് കൂടെ പിന്തുണക്കുമ്പോൾ പൊതുവെ എന്ത് ചെയ്യും, അയാൾ അവളെ പോകാൻ അനുവദിക്കൂല. അപ്പം അങ്ങനെ അനുവദിക്കാതിരിക്കുമ്പോൾ ഇവിടെ കഷ്ടപ്പാട്, എപ്പോഴെങ്കിലും ഒന്ന് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുമ്പോൾ അതും സാധിക്കാതെ വരുമ്പോൾ പെൺകുട്ടികൾ വല്ലാതെ എന്ത് ചെയ്യും, പ്രയാസപ്പെടും. അപ്പോൾ ഭർത്തൃ വീട്ടിൽ വേണ്ടത്ര സംരക്ഷണമോ പരിഗണനയോ ഒക്കെ ലഭിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അവർ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ വീട്ടിൽ പോകാൻ അനുവദിക്കണം ഒരു നിശ്ചിത സമയത്ത്. അത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ സന്തോഷത്തിനും മാനസികമായ നല്ലൊരു നിലനിൽപ്പിനും ഒക്കെ അത് വളരെ അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ അതങ്ങനെ തടസ്സപ്പെടുത്തിയാൽ ഭർത്താവിന് കുറ്റം കിട്ടുമല്ലോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കെന്താ വെച്ചാൽ ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ ഭർത്താവിന് തൻ്റെ വിഷമങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്ത് തങ്ങളുടെ അവകാശങ്ങളും തങ്ങൾക്ക് കിട്ടുന്ന പരിഗണനയും അവരിൽ നിന്ന് വാങ്ങുക എന്നുള്ളത് നമ്മുടെ സഹോദരിമാർക്ക് എന്ത് ചെയ്യണം, സാധിക്കേണ്ട ഒരു കാര്യമാണ്. ഭർത്താവ് നമ്മുടെ സംരക്ഷകനാണല്ലോ. അപ്പോൾ നമ്മുടെ സംരക്ഷകൻ്റെ അടുക്കൽ നിന്നും നമുക്ക് വേണ്ട മനസ്സമാധാനവും നമുക്ക് വേണ്ട ആവശ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനം. വാപ്പൻ്റെ അടുത്ത് നിന്ന് മക്കൾക്കത് നേടാൻ കഴിയണം, ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഭാര്യയ്ക്കത് നേടാൻ കഴിയണം. അങ്ങനെ നേടാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആ സംരക്ഷണത്തിൻ്റെ ശരിയായ ഒരു അനുഭവം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കിട്ടാതെ പോകുമ്പോൾ അത് വിഷമകരം തന്നെയാണ്. പിന്നെ ഇപ്പോൾ അവർ നല്ല സ്നേഹത്തിലും ഇതിലൊക്കെ ആണെങ്കിൽ ഭർത്താവിനെ പറയുമല്ലോ, പോയി അത് സ്ഥാപിച്ചെടുക്കൽ തന്നെയാണ് പരിഹാരം. അതെ, തീർച്ചയായിട്ടും. നമുക്ക് അടുത്തൊരു ചോദ്യം ഒരു സഹോദരി ചോദിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ, പിന്നെ അവർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭർത്താവ് അവരോട് എന്തോ ഒരു വാക്ക് പറഞ്ഞു, അത് വല്ലാത്തൊരു വിഷമമായി. ഇപ്പോൾ ഭർത്താവ് ഒരു സോറി പറഞ്ഞു, അതിൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞാണ്, നീ വിട്ടളാന്ന് പറഞ്ഞിട്ടും ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞ് കുട്ടിക്ക് 6 മാസമൊക്കെ ആയെങ്കിലും ഇപ്പോഴും എന്തില്ല, ആ ഒരു വാക്ക് ഇപ്പോഴും മനസ്സൊന്നും പോകുന്നില്ല. അപ്പോൾ അത് ഓർത്ത് ഇങ്ങനെ കരയുക. കാരണം ഭർത്താവ് പറയണം, നീ പഴയതുപോലെ തന്നെ ആകണം, നല്ലൊരു ഭാര്യ ആകണം. പക്ഷെ എനിക്കതുപോലെ ആവാനും കഴിയുന്നില്ല. അതുമാത്രമല്ല, അവർ കരയണമെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ സ്നേഹം കുറഞ്ഞു പോകുമോ?
കാരണം ഇതിങ്ങനെ തോന്നുകയാണ് അന്ന പറഞ്ഞ വാക്ക്. അപ്പോൾ അവർ സോറി പറഞ്ഞിട്ടും അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അത് മറക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രയാസം അവർ ചോദിച്ചിട്ടുണ്ട്. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന വാക്കുകൾക്ക് സ്വാഭാവികമായി നമുക്ക് വല്ലാത്തൊരു വേദന കൂടും. സാധാരണ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ ഉമ്മ പറയുമ്പോൾ, വാപ്പ പറയുമ്പോൾ, ഭർത്താവ് പറയുമ്പോൾ, അപ്പോൾ അതിന് നമുക്ക് വലിയൊരു പാഠം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. പ്രത്യേകിച്ച് നമ്മളൊരു വൈകാരികമായി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിൽ വളരെ സ്വകാര്യമായി സൂക്ഷിച്ച പല കാര്യങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖത്ത് നോക്കി നമ്മൾ പറയും. അതൊരിക്കലും പിൻവലിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കമുണ്ടാവണം. അപ്പോൾ ഭർത്താവ് പറയാണ്, സത്യം പറയുകയാണെങ്കിൽ അന്ന് നിന്നെ ഞാൻ കല്യാണം കഴിച്ചതന്നെ നിന്നെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല, സ്വാഭാവികമായും അന്നത്തെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കേണ്ടി വന്നതാണ് എന്നൊരു വാക്ക് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ഒരു പക്ഷേ ഇന്ന് അവർ വളരെ സ്നേഹത്തിലായിരിക്കാം മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ പെൺകുട്ടി എന്ത് മനസ്സിലാക്കുന്നു? ഇഷ്ടമില്ലാതെ ആണ് എന്നെ നിലനിർത്തുന്നത് എന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൾക്ക് എത്രമാത്രം അയാളുമായി ഒരു ഹൃദയബന്ധം പുലർത്താൻ കഴിയും? നിസ്സാരമാണൊരു വാക്കെങ്കിലും. അപ്പോൾ ഇന്നെ നിങ്ങൾ ഒരു ഭാര്യയായി അംഗീകരിച്ച് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ല അല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ എത്ര വേദന ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം വാക്കുകളും പദപ്രയോഗങ്ങളും പറയുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്നുള്ളൊരു വലിയ സന്ദേശം ഈ ഒരു കൈവിട്ടുപോയ ആ വാക്കുണ്ടല്ലോ, അത് അവളുടെ ജീവിതത്തിൽ എന്നും ഒരു നൊമ്പരമായി നിലനിൽക്കുന്നു എന്നല്ലേ ആ പറയുന്നത്. അത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വാക്കുകൾ പറയുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹമില്ല, മറ്റുള്ളവരോടൊന്നും ചെയ്യണ പോലുള്ള ഒരു പരിഗണന നിങ്ങൾ എനിക്ക് തരുന്നില്ല എന്നൊക്കെ എങ്ങനെ പറയും. അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ശ്രദ്ധിച്ച് വേണം പറയാൻ. ഇവരോട് എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. മറ്റൊരു കാര്യം, ഇനി എന്തൊക്കെ തന്നെ പ്രതികൂലമായ വാക്കുകൾ ഉണ്ടായാലും ആ വാക്കുകളൊക്കെ തൽക്കാലം എന്ത് ചെയ്യുക, പിന്നീടുള്ള അനുഭവങ്ങളിൽ നമുക്ക് മറക്കാൻ കഴിയണം. ഇപ്പം എന്നോട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്ന് ഒരു ഭർത്താവ് പറഞ്ഞു വിചാരിക്കുക, വളരെ ഇഷ്ടത്തോടുകൂടെയാണ് ഇപ്പോൾ ജീവിക്കണത്, പിന്നെ ആ വാക്കിന് എന്ത് വിലയുള്ളത്? പിന്നെ ആ വാക്കിന് വില ഉള്ളല്ലോ. അത് അപ്പത്തൊരു സന്ദർഭത്തിൽ പറഞ്ഞു പോയൊരു വാക്ക്, വാക്കിനേക്കാളും പ്രധാനമല്ലേ പ്രവർത്തനം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, നല്ല സ്നേഹത്തോടും പരിഗണനയോടും ഇയാൾ പെരുമാറുന്നു. സോറി, ഞാനത് അന്ന് അങ്ങനെ പറഞ്ഞൊരു വാക്കാണ്, ഞാൻ നിന്നെ സ്നേഹിക്കണില്ലേ, നിൻ്റെ എന്ത് കാര്യം ഞാൻ ശ്രദ്ധിക്കാത്തത് എന്ന് അയാൾ തിരിച്ചു പറയുമ്പോൾ എന്ത് ചെയ്യണം, അത് അന്ന് സംഭവിച്ചു പോയൊരു വാക്കിലേക്ക് വിട്ടുവീഴ്ച ചെയ്യണം. കാരണം ഈ മനുഷ്യന്മാരാണ്, നമ്മൾ എന്തു പറയും, എന്ത് സംസാരിക്കും, എന്ത് പ്രവർത്തിക്കുന്നുള്ളതൊക്കെ ഓരോ സന്ദർഭത്തിൽ പലതും പറ്റിപ്പോവാം. അതൊന്നും മായാതെ കിടന്നാൽ നമുക്കൊരു ബന്ധങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പൊറുക്കാനും മറക്കാനും പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സഹോദരൻ്റെ കാര്യം എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഇങ്ങനെ ഒരു വാക്ക് അവരെ ഇത്രയും കാലമായിട്ടും വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചില മാനസികമായ ഒരു അബ്നോർമാലിറ്റി, അതായത് മാനസികമായൊരു വിഷമം സ്ഥിരമായി നിലനിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കൊന്നും താങ്ങാൻ പറ്റില്ല. ഒരു നോർമൽ ആളാണെങ്കിൽ അയാൾക്കെല്ലാം താങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്കൊക്കെ താങ്ങാൻ പറ്റുന്നൊരു കാര്യം മറ്റൊരാൾക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അയാളുടെ മനസ്സിന് എന്തോ ചെറിയൊരു ദുർബലതയുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ സഹോദരി ഇത് പീസ് റേഡിയോക്ക് എഴുതാൻ മാത്രം അവർക്കത് വേദന ഉണ്ടെങ്കിൽ, വളരെ കാലമായും ഭർത്താവ് സോറി പറഞ്ഞിട്ട് മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തോ ഒരു ചെറിയ മനസ്സിൻ്റെ ഒരു ബലഹീനത, ഒരു ബലക്കുറവ് അവർക്കുണ്ട്. അപ്പോൾ അതുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ, ഈ ഭർത്താവ് പറഞ്ഞൊരു വാക്ക് മാത്രമല്ല, ആരെങ്കിലും ചെറിയൊരു വിമർശനം ഉന്നയിച്ചാൽ, ചെറിയൊരു കുറ്റപ്പെടുത്തലുണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല ദാരുണമായ വല്ല വാർത്തകളും കേട്ടാലൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതിലേറെ ദുഃഖവും എല്ലാവർക്കും ഉണ്ടാകുന്നതിലേറെ വിഷാദവും വിഷമവും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു മാനസിക ദുർബലത നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതിനൊരു ചികിത്സ, ഒരു കൗൺസിലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ആയിട്ടോ അവർ ചെയ്താൽ അവർക്ക് പറ്റും. ഈ ഒരു വിഷയം മാത്രമാവരുത്, പല വിഷയങ്ങളിലും ഇത്തരം ഒരു മനസ്സിന് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി പരിഹരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഇവരിത് മറന്നു പോവേണ്ടിയിരുന്നു. മറന്നു പോകുന്നില്ലെങ്കിൽ
അത് മനസ്സിൻ്റെ ഒരു ദുർബലതയാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതെ അതെ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വാക്കല്ലല്ലോ, പ്രവൃത്തിയിൽ അവർ സ്നേഹം കാണിക്കണമെങ്കിൽ അവർക്കത് മനസ്സിലാക്കാവുന്നേ. പഴയ ആ ഒരു ജീവിതത്തിലേക്ക് നീ തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ അയാൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത് ഇവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് പറ്റണില്ല. ഇവർക്കും അത് ആഗ്രഹമുണ്ട്, അത് പറ്റണില്ല. അപ്പോൾ പറ്റാതെ വരില്ല. നമ്മൾ ആഗ്രഹിച്ചൊന്ന് നമുക്ക് നിർവഹിക്കാൻ കഴിയേണ്ടതാണ്. അപ്പോൾ അത് കഴിയാതെ വരുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിൻ്റെ പൂർണ്ണമായ ഒരു കൺട്രോൾ അവർക്ക് കഴിയുന്നില്ല എന്ന ഒരു നിസ്സഹായാവസ്ഥ അതിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സമ്പൂർണ്ണമായൊരു കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്കോ അവർ തയ്യാറാവുന്നത് നന്നായിരിക്കും. തീർച്ചയായിട്ടും ആ സഹോദരൻ്റെ കുടുംബത്തിന് അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ, അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് അടുത്തൊരു ചോദ്യം, ഒരു സഹോദരി തന്നെയാണ്. അവർ എന്ന് വെച്ചാൽ അവരുടെ ഭർത്താവ് ഗൾഫിലാണ്. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞവരാണ്. ഒരു 5 മാസത്തോളം അവർ ഒരുമിച്ചുണ്ടായിരുന്നു ഗൾഫിൽ. അങ്ങനെ അവർ ഈ സഹോദരി പുറത്തു പോയ സമയത്ത് ഇയാൾ ആരോടോ സംസാരിക്കുന്നത് മൂത്ത മകൾ കണ്ടു. കുറച്ച് മുതിർന്ന കുട്ടിയാണ്, മകൾ കണ്ടു. അങ്ങനെ അമ്മ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, വാപ്പ ഇങ്ങനെ ആരോടോ മറ്റു രൂപത്തിൽ സംസാരിക്കണ കണ്ടിട്ടുണ്ട്. അന്ന് മുതൽ ഈ സ്ത്രീ ഇയാൾ നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ ഇയാൾ വേറെ ആരോടൊക്കെയോ ചാറ്റുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സംശയം ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇവർക്ക് ബോധ്യപ്പെട്ടത് അവരെ ഫോണിൽ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, അയാളെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ അതിൽ ചാറ്റുന്നതൊക്കെ എന്ത് ചെയ്യും, ചാറ്റ് ബോക്സൊക്കെ ഇതിലും ഇവർ കാണും. നാട്ടിലേക്ക് ഇവരെ പറഞ്ഞേക്കാൻ വേണ്ടി എയർപോർട്ടിൽ വന്ന് പിന്നെ ഇയാൾ തിരിച്ചു പോകുമ്പം ഇവർ ഫോണിലേക്ക് നോക്കുമ്പോൾ എന്താണ്, ഇയാൾ അപ്പുറത്തിരുന്നിട്ട് മറ്റൊരു പെണ്ണിനായിട്ട് ചാറ്റുന്നു, വർത്തമാനം പറയുന്നു, റൂമിലേക്ക് വരാൻ പറയുന്നതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇയാളോട് ഈ സ്ത്രീ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു മോള് കണ്ടു, എന്നോട് സംസാരിച്ചിട്ട്. അപ്പോൾ ഇയാൾക്ക് മകളോട് ദേഷ്യമായി. അങ്ങനെ കുറ്റപ്പെടുത്തലും ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കലും ഓഫാക്കലും ഒക്കെ ആയി. എന്നാൽ ഈ സ്ത്രീ ആർക്കെങ്കിലും, ഇപ്പോൾ കുടുംബത്തിലെ ആർക്കെങ്കിലും ആണുങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ്, ഇപ്പോൾ കുടുംബത്തിലെ ആളുകളുണ്ടാകുമല്ലോ, അങ്ങനെ മെസ്സേജ് ചില പറയും തെറ്റാണ്, അങ്ങനെ അന്യപുരുഷന്മാരോട് എന്ത് ചെയ്യാൻ പാടില്ല, മെസ്സേജ് അയക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഇയാൾ എന്താ വെച്ചാൽ നേരെ ഓപ്പോസിറ്റ്, കുടുംബമാണെങ്കിലും അല്ലാത്തവരോടൊക്കെ ആണെങ്കിലും കൈ പിടിച്ച് സംസാരിക്കുന്നു, കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നു, ഇതൊക്കെ അയാൾ ചെയ്യുന്നു. അപ്പോൾ സ്ത്രീ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ മൗലവിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അത് കട്ട് ചെയ്ത് എടുത്തിട്ട് അയാൾക്ക് അയച്ചു കൊടുക്കും. അതേസമയം ഇപ്പം സംശയിക്കാൻ പാടില്ല, മൗലവിൻ്റെ സ്പീച്ചിൽ അങ്ങനെ ഉണ്ടായിരുന്നു, വെറുതെ അകാരണമായി സംശയിക്കാൻ പാടില്ല പറഞ്ഞപ്പോൾ ഓക്കെ അത് വിട്ടു. പക്ഷേ എന്നിരുന്നാലും ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്താണ് വീണ്ടും വീണ്ടും അവർക്കിങ്ങനെ ഒരു ഇയാളിങ്ങനെ ചതിക്കുകയാണല്ലോ, വഞ്ചിക്കപ്പെടുകയാണല്ലോ എന്നുള്ള ആ ഒരു പ്രയാസം അവർ വല്ലാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത്തരം കേസുകൾ കൂടുതലായി ചർച്ച ചെയ്യാൻ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമാണ്. കാരണം പൊതുവെ ആളുകൾ തെറ്റിദ്ധരിക്കുക ഇങ്ങനെ തന്നെയാണല്ലോ, നാടൊട്ടുക്കും എല്ലാവരും ഇങ്ങനെ അവിഹിതങ്ങളിലും വേണ്ടാത്തരങ്ങളിലുമാണല്ലോ എന്ന ഒരു തിന്മയെ നിസ്സാരവലിക്കുന്ന, നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന് വിചാരിച്ച് പൊതുവെ ഇത്തരം ചോദ്യങ്ങളെ തന്നെ നമ്മൾ, പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാനുള്ള പരാതികളിൽ ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വേറെന്തോ ഒരു സഹിക്കും, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അവിഹിതം സഹിക്കുക എന്നുള്ളത് പലപ്പോഴും അവർക്ക് എന്തല്ല സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അവരത് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്തരം ചോദ്യങ്ങൾ അങ്ങനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യില്ല, കഴിയില്ല. അപ്പോൾ ഇതിൽ നമ്മൾ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, പിന്നെ ഭർത്താവ് ഇത്തരം അവിഹിതങ്ങളുണ്ടെന്ന് സമ്മതിക്കുകയും ഭാര്യ അത് കണ്ടുപിടിക്കുകയും അതിനുള്ള തെളിവുകൾ അവർക്ക് ലഭിക്കുകയും ഭാര്യയല്ലാത്ത മക്കളടക്കമുള്ള ആർക്കെങ്കിലും കൂടെ അങ്ങനെ സംശയം വരികയും ചെയ്താൽ അതൊരു യാഥാർത്ഥ്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇത്തരം യാഥാർത്ഥ്യങ്ങളിൽ ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഭർത്താവിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തി എന്ന നിലക്ക് അയാൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം അവിഹിതത്തിലൂടെയാണ് സംഭവിക്കുക. ഏറ്റവും വലിയ നഷ്ടം. ആ നഷ്ടം നമുക്കിങ്ങനെ ഇരുന്ന് എണ്ണിയാൽ തീരാത്ത നഷ്ടമാണ്. ഒന്നാമത്തത്, അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഏതു കാര്യത്തിനും വിശ്വസ്തമായി ആശ്രയിക്കാവുന്ന മറ്റൊരാൾ, ആ ഒരു വ്യക്തിയുടെ പൂർണ്ണമായ പിന്തുണയും സ്നേഹവും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. അവിഹിതം സംഭവിക്കുന്നതോടുകൂടെ അയാളിവിടെ ഒറ്റപ്പെട്ടു. നമുക്ക് വിവാഹിതർക്കെല്ലാം ഒരാളുണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവുണ്ട്. ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും, ഒരുപക്ഷെ നമ്മളൊരു ക്യാൻസർ ഹോസ്പിറ്റലിലോ മെഡിക്കൽ കോളേജിലോ കിടക്കുകയാണെങ്കിൽ എല്ലാ ആളുകളും വിവരം അന്വേഷിച്ച് പോയാലും
അവിടെ നിൽക്കുന്ന ഒരാളുണ്ടായിരിക്കും. മരിച്ച ഖബറിൻ്റെ അടുക്കൽ നിന്ന് പോലും അവസാനം പോകുന്ന ഒരാളാണ് ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ, ബന്ധുക്കൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബന്ധം എന്ത് ചെയ്യാണ്, ഇയാൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ നഷ്ടപ്പെടുത്തുന്നതിലൂടെ അയാൾക്ക് മറ്റൊന്നും നേടാനുണ്ടോ? ഇല്ല. ഈ ആരുടെയെങ്കിലും ഭാര്യമാരായിട്ടുള്ള എവിടെയെങ്കിലും കിടക്കുന്ന ഏതെങ്കിലും സ്ത്രീകളെ ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടോ ചാറ്റ് ചെയ്തിട്ടോ എന്ത് പ്രയോജനമാണ് അയാൾക്കുള്ളത്? അപ്പോൾ എത്ര വലിയ നഷ്ടമാണ്. പിന്നെ മറ്റൊന്ന് വിശ്വാസം. അവിടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. കാരണം ഭാര്യയ്ക്ക് പിന്നെ വിശ്വാസം ഉണ്ടാവില്ലല്ലോ. പിന്നെ മക്കൾക്കൊരു പിതാവില്ലാതാവുകയാണ്. കാരണം നമ്മുടെ വാപ്പ ഇങ്ങനത്തെ ഒരാളാണെന്ന് മനസ്സിലാക്കുന്നതോടുകൂടെ അതോടുകൂടെ എന്ത് ചെയ്യും, ആ വാപ്പയെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയും? അപ്പം അയാൾ മക്കളെ ഇത്രമാത്രമൊക്കെ പോറ്റി വളർത്തിയിട്ട് അവർക്ക് വേണ്ടി ഇത്രയൊക്കെ എക്സ്പെൻസ് ചിലവഴിച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാണ്, സത്യത്തിൽ ഒരു പിതാവ് എന്നുള്ള സ്ഥാനം അയാൾക്ക് എന്ത് ചെയ്യാണ്, നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിലേറെ നഷ്ടമാണ് മനസ്സാക്ഷി. അതായത് ഇത്രയും ഒരു വൃത്തികെട്ടവനാണല്ലോ ഞാൻ. കാരണം അയാൾ അറിയുന്ന ഏതൊരു വ്യക്തിയും ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് അറിഞ്ഞാൽ അതോടുകൂടെ എന്ത് ചെയ്യും, അയാളെ പറ്റിയുള്ള എല്ലാ മതിപ്പും പോകും. അയാൾ മരിച്ചതുപോലെയാണ്. പിന്നെ ഒരു ശരീരം ഇവിടെ ഉണ്ട് എന്നല്ലാതെ ഒരു മനുഷ്യൻ എന്ന നിലക്കുള്ള ഒരു മാനുഷികതയോ വ്യക്തിത്വമോ മാന്യതയോ അയാൾക്ക് ഇല്ലാതാവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എത്രയോ നഷ്ടം. പിന്നെ ഇതെന്ത് ചെയ്യും, ഇത് വേറൊരാൾ അറിയുന്നൊരു സാഹചര്യം ഉണ്ടാവുക. ഒരു പക്ഷേ ഭാര്യമാർ ആത്മഹത്യ ചെയ്യും. അതിൻ്റെ കാരണം ഇതാണെന്ന് ഇവർ സ്വകാര്യ ദുഃഖം പങ്കുവെച്ച ഏതെങ്കിലും ഇവിടെ ഫ്രണ്ട്സോ സ്ത്രീകളോ ഇയാൾക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായതുകൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ജീവിതത്തിൽ അവസാനിച്ചു പോകാത്ത കാര്യമാണ്. അതെ, നിസ്സാരമായ ചില ആസ്വാദനങ്ങൾക്ക് വേണ്ടി ഈ പുരുഷന്മാർ നഷ്ടപ്പെടുത്തുന്നത് എത്ര വലിയൊരു ജീവിതമാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ പറയാൻ കാരണം അവരത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ട്, അവരിഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സംഭവിക്കുന്ന ഈ ഒരു അബദ്ധസഞ്ചാരം അവർക്ക് അത്രമാത്രം വേദനാജനകമായതുകൊണ്ടാണ് അവരിതൊക്കെ ഇവിടെ വന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവില്ലാത്ത പുരുഷന്മാർക്കൊക്കെ സംഭവിക്കുന്ന നഷ്ടം ഇഹലോകത്തും പരലോകത്തും കണക്കില്ലാത്തതാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ നിവർത്തില്ല. കാരണം പല സ്ത്രീകളും ഇതൊക്കെ അവരോട് പറഞ്ഞിട്ടും പ്രതികരിച്ചിട്ടും കണ്ടുപിടിച്ചിട്ടും, ഇപ്പോൾ കുട്ടി അത് കണ്ടു, അതിന് കുട്ടിനോട് ദേഷ്യപ്പെടും. പൊതുവേ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ത്, നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് കുട്ടികളെ സാക്ഷിയാക്കുമ്പോൾ സ്വാഭാവികമായ കുട്ടികളത് അറിഞ്ഞു പോയത് കുട്ടിയുടെ അത് അയാളുടെ കുറ്റമാണ്, ഒരിക്കലും ഈ സ്ത്രീ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടല്ല. പക്ഷേ ഈ അറിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞു എന്ന് ഭർത്താക്കന്മാർ പറയുമ്പോൾ ആ കുട്ടികളുമായുള്ള ബന്ധം എന്നേക്കുമായി അവസാനിച്ച് പോകുന്നൊരു ഘട്ടമുണ്ട്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ അറിഞ്ഞാൽ കൈകാര്യം ചെയ്യുന്നിടത്തും ചില സൂക്ഷ്മതകൾ പാലിക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു അവിഹിതത്തിൽ സംഭവിച്ചാൽ തന്നെ അപ്പോൾ അവനെ മക്കൾക്കൊരു നല്ല വിവാഹ ജീവിതം ഉണ്ടാവില്ല. അതൊക്കെ പ്രശ്നമാണ്. അത് നഷ്ടങ്ങളേ ഉള്ളൂ. അതെ, എല്ലാം എണ്ണിയാ തീരാത്ത നഷ്ടങ്ങളാണ്. ഒരു വലിയ തിരിച്ചറിവ് ശരിക്ക് നമുക്കുണ്ടാകണം. ഒരു നിസ്സാരമായ സുഖത്തിന് വേണ്ടി പോകുമ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ സാധാരണ നമ്മൾ പറയണതാണ്, മൗലവി പറഞ്ഞ പോലെ വിഹിതങ്ങൾ നമ്മൾ പിന്നെ നോർമലൈസ് ചെയ്യേണ്ടതിൻ്റെ നിലക്കാണ്. പക്ഷേ ഈ സ്ത്രീ പലപ്പോഴും ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഒന്ന് ചോദിച്ചത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ എല്ലാവരും ആ കാര്യത്തിലും ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നമുക്ക് വന്നിട്ട് ഒരു പിന്നെ സ്ത്രീ തന്നെയാണ്, സഹോദരി തന്നെയാണ്. അവർക്ക് 2 കുട്ടികളുണ്ട്. PG പഠിക്കുന്നു, വലിയ മകൾ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ പ്രശ്നം എന്ന് വെച്ചാൽ അവരെ ഭർത്താവ് പിന്നെ ഒരു ഗേ ആണ്. പക്ഷെ അവർ തന്നെ പറയാണ്, എങ്ങനെ കുട്ടികളുണ്ടായെന്ന് പലരും ചോദിക്കുന്നു. 2 കുട്ടികളുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വളരെ കുറഞ്ഞ ഇപ്പോൾ എണ്ണിയാൽ ഇങ്ങനെ കിട്ടാവുന്ന അത്ര ഞങ്ങളുടെ ശാരീരികമായ ബന്ധങ്ങൾ പോലും നടന്നിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പ്രശ്നം അതല്ല, അദ്ദേഹത്തെ ഒഴിവാക്കി. പിന്നെ അവരങ്ങനെ സ്വന്തമായിട്ട് എന്തൊക്കെയോ ചെറിയ കുടിൽ വ്യവസായമൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്നൊരു മെസ്സേജാണ് സഹോദരി പറഞ്ഞത്. ഇതേ സമാനമായ അവരുടെ നാട്ടിലെ മറ്റൊരു പെണ്ണിനെ കണ്ട് സംസാരിച്ചപ്പോഴും അവരുടെ ഭർത്താവ് ഇതേപോലെ ആയിരുന്നു, അവരങ്ങനെ ഡിവോഴ്സായി ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുക, ഇത്തരം ആണുങ്ങൾ ഇത് കേൾക്കുന്ന ആണുങ്ങൾക്ക് അവർക്കൊരു തീരുമാനം എടുത്തൂടെ ജീവിതത്തിൽ വിവാഹം ചെയ്യേണ്ട? കാരണം ഇത് മറ്റു സ്ത്രീകളുടെ ജീവിതം നശിപ്പിക്കുകയാണ്. അതവർ ഒരു മെസ്സേജായി പറയണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ആൺകുട്ടിയുണ്ട്, അവർക്ക് 2ാമത്തെ ആൺകുട്ടിയാണ്. അപ്പോൾ ആ ആൺകുട്ടി ഭാവിയിൽ ഒരു പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് അത് ആ കുട്ടിക്കും ഉണ്ടാകുമോ എന്നൊരു പേടി അവർക്കുണ്ട്. അവർ സ്ഥിരമായി പീസ് റേഡിയോ കേൾക്കുന്നവരാണ്. അവർ പറയണം, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്,
നിങ്ങളെ ദുആയിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ എന്താ അറിയോ, ഇത് വളരെ അപകടകരമായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇപ്പോൾ ഇത് ഭർത്താവ് ഗേ ആണ് എന്ന് പറഞ്ഞ് ഓരോ പേരുകളിട്ട് ഈ LGBT ഓരോ പേര്, ഈ പേരുകൾ എന്തിനാണ് ഇട്ടതെന്ന് വെച്ചാൽ, ഈ തോന്നിവാസം അയാളുടെ പ്രകൃതിയാണ്, അത് അയാളുടെ ജനറ്റിക്കായിട്ട് ജീനിലുള്ള സംഭവമാണ് എന്ന് പറഞ്ഞ് അതിനൊരു പേര് വിടുകയാണ്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ലൂത്ത് നബിൻ്റെ കാലത്ത് നടന്ന ഏറ്റവും വൃത്തികേട്, അതായത് പുരുഷന്മാരെ സ്വീകരിക്കുന്ന ഇത്രയും വൃത്തികെട്ട ഒരു സ്വഭാവം, ഇതൊന്നും ഒരിക്കലും എന്തല്ല ഒരു വ്യക്തിയുടെ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന കാര്യമല്ല. ലൈംഗികമായ ബന്ധങ്ങളിൽ മനുഷ്യന് എന്ത് തോന്നിയാസത്തെയാണോ അവൻ വഴിയായി സ്വീകരിച്ചത്, അതിലായിരിക്കും അവന് താല്പര്യം. അത്രമാത്രമേ അതിനുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ ഏത് മനുഷ്യ ജീവിതത്തിൽ ഏതും അങ്ങനെ. ഇപ്പോൾ ഒരു ഫുഡാണെങ്കിൽ നമ്മൾക്ക് ഒരു രസകരമായി തോന്നിയൊരു ഫുഡ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും അത് കഴിക്കാനേക്കാരം. എപ്പോഴും നെയ്ച്ചോറും ചിക്കൻ പീസും കഴിക്കുന്ന ആളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതാണ് ഇഷ്ടം, അത് അവർ കഴിച്ച് ശീലിച്ചതുകൊണ്ടാണ്. ജീവിതത്തിൽ അങ്ങനെ ഒരു സാധനം കിട്ടാത്ത ഒരാൾക്ക് അത് ആഗ്രഹിച്ചടക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനം അമേരിക്ക കിടക്കുന്ന ഒരാൾ ആഗ്രഹിച്ചടക്കുണ്ടാവുമോ? അത് അനുഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആഗ്രഹം ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോന്ന്, ഇപ്പോൾ ശവരതിയുണ്ട്, മൃഗരതിയുണ്ട്, എന്തൊക്കെ സംഗതികളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ അവനവൻ്റെ ജീനിൽ വന്നതാണെന്ന് പറയുന്നതിൽ എന്താർത്ഥമുള്ളത്? അപ്പോൾ ഇയാളൊരു തോന്നിവാസം ഒരു പക്ഷേ വിവാഹത്തിന് മുമ്പ് തുടങ്ങി വെച്ചത് അയാൾ തുടരുന്നു. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താ ആവശ്യമില്ല, അയാൾക്ക് അതിലാണ് താല്പര്യം. അപ്പോൾ അയാൾക്ക് വൈഫ് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ പിന്നെ വിവാഹം കഴിക്കണമെന്നാണ്. വിവാഹം കഴിക്കണം പറഞ്ഞാൽ നമ്മുടെ ജീവിതഘട്ടത്തിൽ ഓരോ ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ നിങ്ങളൊരു 10-25 വയസ്സായാൽ എന്താ ജോലിയിലൊന്നും കയറിയില്ല ചോദിക്കും. അത് ആ സമയത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അത് നിങ്ങൾ എവിടെ ചെന്നാലും ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ജോലി കയറാൻ നിങ്ങൾ നിർബന്ധിതരാണ്. എന്ന പോലെ തന്നെ എന്ത് ചെയ്യും, ഒരു 10, 28, 29 വയസ്സാൽ അല്ല ഇനിയും കല്യാണം കഴിച്ചിട്ടില്ലേ ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് ഇവരൊക്കെ എന്ത് ചെയ്യണത്, കല്യാണം കഴിക്കുന്നത്. അതവർക്കൊരു മറ മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായ ഒരു അഡ്രസ്സ് ഉണ്ടാവാനും ഒരാളുകളുടെ ചോദ്യം ഒഴിവാക്കാനും വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊക്കെ അധാർമികതകളാണ്, ഗുരുതരമായ തെറ്റാണ്. മനസ്സിലായില്ലേ? അതായത് ഇത് ചെയ്യുന്നവനെയും ചെയ്യപ്പെടുന്നവനെയും കൊന്നുകളയണമെന്ന് പറയാൻ മാത്രം മാരകമായ വ്യഭിചാരമാണ്. അപ്പോൾ അതവരെ ബോധ്യപ്പെടുത്തി ആ തിന്മയിൽ നിന്ന് അവരെ മാറ്റിക്കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഇതിൻ്റെ ശാശ്വത പരിഹാരം. ഒരു മദ്യപാനിയാണ് ഭർത്താവെങ്കിൽ ആ മദ്യപാനിയെ മാറ്റുക. അതേമാതിരി ഒരു വ്യഭിചാരിയാവുമ്പോൾ അയാളെ മാറ്റുക. ഒരു ധൂർത്തനാവുമ്പോൾ അയാൾ അതിന്ന് മാറ്റുക. എല്ലാ അധാർമികതകളും എല്ലാ ദുശ്ശീലങ്ങളും ഒന്നിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തെയും ദാമ്പത്യത്തെയും അത് ബാധിക്കും. ഏത് വ്യക്തിയുടെ അധാർമികതയും കുടുംബജീവിതത്തെ ബാധിക്കാത്ത ഒരു അധാർമികതയില്ല. ഒരു ഭാര്യൻ്റെ അടുത്തുണ്ടെങ്കിലും ഭർത്താവിൻ്റെ അടുത്തുണ്ടെങ്കിലും അതെന്ത് ചെയ്യും, കേവലം ഒരു തട്ടമിടാതൊരു ഭാര്യ നടന്നാൽ പോലും എന്ത് ചെയ്യും, അത് നമ്മുടെ കുടുംബജീവിതത്തെ എന്ത് ചെയ്യും, ബാധിക്കും എല്ലാവരും. അപ്പം അതുകൊണ്ട് എന്താ, ഈ ഒരു തിന്മ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിൽ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പരിഹാരം. അല്ലാതെ ഇതിൻ്റെ പരിഹാരം ഉണ്ടാവില്ല. അല്ല, ഇതിൽ എന്താ വെച്ചാൽ സഹോദരിൻ്റെ പേടിയെന്ന് വെച്ചാൽ കുട്ടി അല്ല, അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം ഭർത്താവ് അങ്ങനെ ആയതുകൊണ്ട് അത് അയാൾ അവിടെ വരെ പേടിക്ക് 2 കാരണമുണ്ട്. ഒന്ന് ജനറ്റിക് ആയിട്ട് വരുന്നതാണെങ്കിൽ അതൊരിക്കലും അല്ല. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം മനുഷ്യൻ്റെ പ്രകൃതിയിൽ അള്ളാഹു സൃഷ്ടിച്ച പ്രകൃതി എന്താണോ ആ പ്രകൃതി തന്നെയാണ്. ആ പ്രകൃതി അനുസരിച്ച് എന്താണ്, ഒരാണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടുമാണ് ഏറ്റവും അധികം ആകർഷണീയത ഉണ്ടാവുക. അതല്ലാത്തതുണ്ടെങ്കിൽ അത് വൈകല്യങ്ങളാണ്. വൈകല്യങ്ങൾ സൃഷ്ടിക്കുന്നത് എന്താണ്, നമ്മുടെ പെരുമാറ്റങ്ങളെ കൊണ്ടും നമ്മളുടെ തെറ്റായ സമീപനങ്ങളെ കൊണ്ടുമാണ് നമുക്ക് നിന്ന് വൈകല്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം വൈകല്യങ്ങൾ എന്താണ്, മനുഷ്യൻ്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന വൈകല്യങ്ങളാണ്. അത് നമ്മൾ മാറ്റി ശരിയായൊരു ദിശയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലും എന്ത് ചെയ്തു വെച്ചാൽ ഒരാൾ 3 കുട്ടികളുള്ള ഒരു കക്ഷി, അദ്ദേഹം ഒരിക്കലും എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് 3 കുട്ടികളുണ്ടെങ്കിലും ഞാൻ യഥാർത്ഥത്തിൽ ഒരു പെണ്ണാണ്. അയാൾ ആണാണ്, വേഷത്തിൻ്റെ രൂപത്തിലൊക്കെ ഞാനൊരു പെണ്ണാണ്. പക്ഷേ ഞാൻ സ്വാഭാവികമായിട്ട് എന്താണ്, സമൂഹത്തിൽ ആണിൻ്റെ രൂപവും ആണിൻ്റേതായ എല്ലാ സവിശേഷതകളും ശരീരത്തിൻ്റെ സമ്പൂർണ്ണമായും ആണായതുകൊണ്ട് എനിക്കൊരു പെണ്ണായി ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്നാണ്. അപ്പോൾ ഞാൻ വെറുതെ അയാളോട് ചോദിച്ചു, അയാൾ എന്നോ ചെറുപ്പകാലത്ത് ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ ആ ഡ്രസ്സ് കണ്ടപ്പോൾ എന്ത് വെച്ചാൽ, നിന്നെ കണ്ട നല്ല ചൊറുക്കുള്ളൊരു പെണ്ണാണെന്ന് തോന്നുന്നു എന്ന് ആരോ ഒരു തെറ്റായ ഒരു കമൻറ്റ് പറഞ്ഞു. ആ കമൻറ്റ് പറഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി എന്താണ്, ഞാൻ ശരിക്കൊരു പെണ്ണാണ്, എനിക്കതാണ് ഏറ്റവും ആകർഷണീയമായത്
എന്ന് അയാളുടെ മനസ്സിൽ എന്നോ ഒരു കമൻറ്റിൽ നിന്നുണ്ടായൊരു തോന്നൽ. പിന്നെ അയാൾക്ക് എപ്പോഴും എന്താണ് ഒരു പെൺവേഷം ധരിക്കാനും ഒരു പെണ്ണാവാനും ഒക്കെ ഒരു വെറുതെ കൺമഷിട്ട് കണ്ണാടിയിൽ നോക്കുക, പിന്നെ ജ്യേഷ്ഠത്തിൻ്റെ അനുജത്തിൻ്റെ പിന്നെ ടോപ്പ് ഇട്ട് നോക്കുക, അങ്ങനെ ഒരു ടെൻഡൻസി അയാൾ വളർത്തിയെടുത്താണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ വളർത്തിയെടുത്തൊരു ടെൻഡൻസിയാണ്. യഥാർത്ഥത്തിൽ പൂർണ്ണമായ ഒരു ആണിൻ്റെ രൂപമുള്ള നിങ്ങൾക്കൊരിക്കലും ഒരു പെണ്ണിൻ്റെ അവസ്ഥ ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, അതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇനി നിങ്ങൾ പൂർണ്ണമായ ഒരാണാണെന്ന് വിചാരിച്ച് ജീവിച്ചു നോക്കുന്നതാണ്. ഒരു പ്രശ്നമല്ല, അയാൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒരു പൂർണ്ണ ആണായിട്ട് ശരിക്കും ഒരു അവസ്ഥയിൽ ജീവിച്ചു പോകുന്നു. ഒരു തോന്നലോ അല്ലെങ്കിൽ ഒരു പരിചയമോ ഉണ്ടായിത്തീരുന്ന ഒരു സംഗതി മാത്രമാണിത്. അതല്ലാതെ ഇങ്ങനെ ഒരു വർഗമോ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇയാളിത് രണ്ടും കൊണ്ടുനടക്കുന്ന ആളാണെങ്കിൽ അത് പറയും, ബൈസെക്ഷലാണെന്ന് പറയും. ഇതൊക്കെ അവനവൻ ചെയ്യുന്ന തമ്മാടിത്തങ്ങൾക്കുള്ള ഓരോ പേരുകൾ എന്ന് കവിഞ്ഞ് ഇതിലൊന്നും വേറൊരു അർത്ഥവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇപ്പോൾ LGBTQ അതിപ്പോൾ കേരളത്തിലെ എല്ലാവരും അംഗീകരിക്കുന്ന സുന്ദരനായ ഒരു സിനിമാ നടനുണ്ട്. അയാളെ വെച്ചിട്ട് ഇവരൊരു സിനിമ ഇറക്കി, അയാളെ ഒരു ഗേ ആക്കിയിട്ട്, എന്നിട്ടൊരു കുടുംബം ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ വായിച്ചാണ്, ഒരു വാപ്പയും അതായത് ഒരു അച്ഛനും ഒരു മകനും ഈ സിനിമ കണ്ടിറങ്ങിയിട്ട് ഈ മകൻ വാപ്പാനോട് ചോദിക്കുകയാണ്, ഇത്രേ നിങ്ങൾ ഗേ ആണോ? അത്രമാത്രം പിന്നെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ അത് നാട്ടിലിങ്ങനെ സുലഭമായി അതൊരു പേരിട്ട് കൊടുത്താൽ അവർക്ക് ആ തമ്മാടിത്തം തുടർന്നു പോകാനുള്ള ലൈസൻസാണ്. അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന പരിപാടികളാണ്. ഇതെന്താ, ഇത് സത്യത്തിലൊരു വ്യക്തിയെ സമ്പൂർണ്ണമായും തകർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. കാരണം ഇങ്ങനെയുള്ള ഒരാൾക്കൊരു കുടുംബജീവിതം സാധ്യമല്ല. കുടുംബജീവിതം ഇല്ലെങ്കിൽ ഒരു വ്യക്തി എന്ത് ചെയ്തു, നശിച്ചു. ഒരു വ്യക്തിയുടെ എല്ലാ ഗുണങ്ങളും പ്രകടമാകുന്ന ഏതിലൂടെയാണ്? കുടുംബത്തിൽ. നിങ്ങൾക്ക് കുറേ പണമുണ്ട്, അത് പ്രയോജനപ്പെടണമെങ്കിൽ നിങ്ങൾക്കൊരു കുടുംബം വേണ്ടേ? അല്ലേ? നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണമെങ്കിൽ സമാധാനം കിട്ടാൻ നിങ്ങൾക്കൊരു കുടുംബം വേണ്ടേ? നിങ്ങൾക്ക് ഭാവിയിൽ ജീവിതത്തോട് വിരക്തിയോ മടുപ്പോ തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് മക്കളിലൂടെയുള്ള പ്രതീക്ഷകൾ വേണ്ടേ? എല്ലാം കുടുംബത്തിൽ കേന്ദ്രീകൃതമാണ്. നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം, പ്രതീക്ഷകൾ, നമ്മുടെ അധ്വാനങ്ങളെല്ലാം. അതുകൊണ്ട് ഒരു കുടുംബം ആവാതിരിക്കാനും ഒരു കുടുംബജീവിതത്തെ താല്പര്യം ഉണ്ടാക്കാനും എന്തുമാത്രം മതി? ഒരു പുരുഷന് പുരുഷനോടും സ്ത്രീക്ക് സ്ത്രീയോടുമാണ് താല്പര്യമെന്ന് പറഞ്ഞാൽ അതോടുകൂടെ ഒരു വിവാഹ ജീവിതം തീർന്നു, അവിടെ ഒരു വ്യക്തി നശിച്ചു. അപ്പോൾ ഈ സമൂഹത്തിൽ അരാജകത്വങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കണ്ടല്ലോ. ഇതൊക്കെ ഇപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത്തരം ആളുകളെ കാര്യം സഹതപിക്കുക. അയാളൊരു അങ്ങനത്തെ ഒരാളായിട്ടും അയാൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ, ഒരാണിൻ്റെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്തൊക്കെ പറഞ്ഞ് അവർക്ക് എന്ത് ചെയ്യാണ്, അവരിലൂടെ ഒരു സിമ്പതിയോ ഒക്കെ തോന്നുക. എന്നിട്ട് അത് ഭയങ്കര ബോധവൽക്കരണമായി അവരുടെ മനുഷ്യാവകാശമായി ഒക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, സമൂഹത്തിൽ ഈ അരാജകത്വങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ തോന്നാൻ തുടങ്ങി, അങ്ങനെ തന്നെ അനുവദിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൽ ഒരു അരാജകത സൃഷ്ടിക്കാനും കുടുംബങ്ങളെ തകർക്കാനൊക്കെ ഉള്ള ഒരു പരിപാടിയായിട്ട് മാത്രം കണ്ടാൽ മതി. തീർച്ചയായിട്ടും ഇതൊരു അധാർമിക പ്രവർത്തനമാണെന്നുള്ളത് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം നമ്മുടെ കുടുംബ സംവിധാനങ്ങളെ പിന്നെ ഇല്ലാതാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് സത്യത്തിൽ ഇവിടെ LGBT എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിജീവി അവതരിപ്പിക്കുന്ന കുറേ ആളുകൾ. ഞങ്ങളാണ് വലിയ ശാസ്ത്രത്തിൻ്റെയും അതുപോലെ യുക്തിയുടെയും ആളുകളെന്ന് പറയുന്ന ആളുകൾ കൊണ്ട് നടക്കുന്ന, അത് ഈ സിനിമയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പിന്നെ അതിനെങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് അതൊരു സ്വാതന്ത്ര്യമാക്കി, അതൊരു ആസ്വാദനമാക്കി കൊണ്ടുവരണം. സത്യത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങൾ നശിപ്പിക്കും, നമ്മുടെ സാമ്പത്തിക ഭദ്രത തകർക്കും എന്നുള്ള ഒരു ബോധം സത്യത്തിൽ ഇതിൽ ഉണ്ടാകണമെന്നാണ് പ്രിയ ശ്രോതാക്കളോടും പ്രേക്ഷകരോടും ഒക്കെ പറയാനുള്ളത്. അടുത്ത നമ്മുടെ ഒരു സഹോദരൻ്റെ ചോദ്യമാണ്. സഹോദരൻ ചോദിച്ചിട്ടുള്ളത്, അദ്ദേഹം 25 വയസ്സായി, പിന്നെ അയാൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ അനാവശ്യമായ കൂട്ടുകെട്ടുകളോ വേണ്ടാത്ത വൃത്തികേടുകളോ ഒന്നിലും ഇടപെടാത്തൊരു വ്യക്തി. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നൊരു കൂട്ട് കുറച്ച് ദീനിയായ ഒരു സുഹൃത്തായതുകൊണ്ട് തന്നെ അയാൾ അങ്ങനത്തെ ഒരു അധാർമിക പ്രവർത്തനങ്ങളൊന്നും പെടാതെ പോയി. അങ്ങനെ പിന്നീട് സ്കൂൾ ജീവിതം കഴിഞ്ഞ് പിന്നെ ഒരു ഹോസ്റ്റലിലൊക്കെ ആയി പോയപ്പോൾ അതൊക്കെ കീപ്പ് ചെയ്ത് അങ്ങനെ പോയിരുന്നു. പക്ഷെ പിന്നെ അദ്ദേഹം പിന്നെ ജോലിയൊക്കെ ആയ സമയത്ത് കുറച്ച് പിന്നെന്താ പറയുക, കുറച്ച് മതനിരാസം, ദൈവമൊന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ പോയി അദ്ദേഹത്തിന് പിന്നീട് കുറ്റബോധം ഉണ്ടായി. ഒരു ജോലിയൊക്കെ കിട്ടി, വളരെ നല്ല അഭിവൃദ്ധിയൊക്കെ ഉണ്ടായപ്പോൾ വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു, ദീനിലേക്ക് തന്നെ തിരിച്ചു വന്നു.
ഇതിലേക്ക് തിരിച്ചു വന്ന ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയുമായി അദ്ദേഹം ചെറിയൊരു പരിചയപ്പെടലൊക്കെ ഉണ്ടായി. അവളെ വിവാഹം ചെയ്യുക, അവളെ ഭൂതകാല ഒന്നും അന്വേഷിച്ചില്ല. പിന്നീട് നിക്കാഹ് തീരുമാനിച്ചു. പിന്നീടുള്ള സംസാരങ്ങളിൽ നിന്നും ഇവള് പിന്നെ കുറേ അഫെയറുകൾ, കുറേ ബന്ധങ്ങൾ അവൾക്ക് ഉണ്ടായിരുന്നു, പിന്നെ വേണ്ടാത്ത വൃത്തികേടുകളൊക്കെ പെട്ടു എന്നൊക്കെ ഇവൾ തുറന്ന് സംസാരിക്കും. കാരണം അവർ തമ്മിൽ ബന്ധമായപ്പോൾ സംസാരിച്ചു. അപ്പോൾ ഇയാൾക്ക് സത്യത്തിൽ ഇവൾ ഇയാളിതൊന്നും ആലോചിക്കാതെയാണ്, അന്വേഷിക്കാതെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ വീട്ടുകാരോട് പറഞ്ഞ് അവർ തന്നെ ഇതൊക്കെ അന്വേഷിച്ച് ഇതൊക്കെ നടപ്പിലാക്കാനും ഉണ്ടായി. പിന്നീട് അയാൾക്ക് തോന്നി എൻ്റെ ജീവിതത്തിൽ ഇവൾ കയറി വന്നാൽ താളം തെറ്റും. കാരണം ഞാൻ ദീനിയായ ഒരു പെണ്ണിനെയാണ് ഞാൻ ശരിക്കും കെട്ടേണ്ടത്. അയാൾ ചിന്തിക്കണം. ഇവക്കാണെങ്കിൽ ഇതൊന്നുമില്ല, നിസ്കരിക്കണമെങ്കിൽ വേണമെങ്കിൽ നിസ്കരിച്ചാൽ മതി, അങ്ങനെ ഇസ്ലാമിക വേഷവിധാനങ്ങൾ വേണം, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുമാത്രമല്ല അവൾക്ക് അതേസമയം അവിടെ കുട്ടികളുമായിട്ട് ഇപ്പോഴും ആ ബന്ധങ്ങൾ എന്താ പറയുക, ഇസ്ലാമികമായ മര്യാദകളില്ലാത്ത ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾ രണ്ടും കൽപ്പിച്ച് അള്ളാഹുൽ തവക്കൽ ചെയ്തിട്ട് എന്ത് ചെയ്തു, അവളെ വേണ്ടാന്ന് തീരുമാനിച്ചു. നിക്കാഹൊന്നും ചെയ്തിട്ടില്ല, വേണ്ടാന്ന് തീരുമാനിച്ചു. പക്ഷെ ഇപ്പോൾ ഒരു കുറ്റബോധമാണ്. പിന്നെന്താണ്, ഞാനൊരു കുട്ടിയെ വഞ്ചിച്ചോ, അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം. ഇതിലിപ്പോൾ എന്ന് വെച്ചാൽ അതിനുത്തരം നമുക്ക് പറയാം. പിന്നെ അൽ മറു അല ദീനി ഖലീലിഹി എന്നാണ്, ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലാണെന്ന് നമ്മളെപ്പോഴും ജീവിതത്തിൽ പാലിക്കണം. ഫലിയന്തുർമൻ യുഖലി, ആരുമായിട്ടാണ് കൂട്ടുചേരുന്നതെന്ന്. അതുകൊണ്ട് നമ്മളെവിടെ ഒരു സ്ഥലത്ത് റൂം താമസിക്കുകയാണെങ്കിലും, റൂംമേറ്റിനെ സ്വീകരിക്കുകയാണെങ്കിലും, ഒരു കോഴ്സിന് ചേരുകയാണെങ്കിലും നമ്മൾ ആരുമായി കൂട്ടുചേരുന്നതാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഒരു തെറ്റായ സമീപനങ്ങളിലേക്ക് പോകുന്ന ആളാണെന്ന് കൂട്ടുകെട്ടിൻ്റെ ഏത് ഘട്ടത്തിലാണോ മനസ്സിലാക്കിയത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, പിൻവാങ്ങണം. പിന്നെ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം എന്ത് ചെയ്യും, തകരാറിലാവും. അത് രണ്ടുമാണ്. മോശമായ കൂട്ടുകെട്ട് തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ നല്ല കൂട്ടുകെട്ട് നന്മയിലേക്കും കൊണ്ടുവരും. പിന്നെ അദ്ദേഹം ചോദിച്ച സംശയം പൊതുവെ എല്ലാവരും ചോദിക്കുന്ന സംശയമാണ്. കാരണം വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മളൊരു വിവാഹാന്വേഷണം നടത്തുമ്പോൾ അവിടെ എന്തെങ്കിലും ചെറിയൊരു തകരാറോ നെഗറ്റീവോ കണ്ടാൽ നമ്മൾ വേണ്ടെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ വേണ്ടെന്ന ഒരു സംശയത്തോടു കൂടെ നമ്മൾ ഒരിക്കലും ഒരു വിവാഹത്തിലേക്ക് കടക്കരുത്. കാരണം നമുക്ക് ഇവരായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലല്ലോ. നമുക്ക് എന്തും നോക്കാം. ഒരാൾക്ക് ഏത് സാഹചര്യം നോക്കിയിട്ടും ആ വിവാഹം വേണോ വേണ്ടേന്ന് വെക്കാൻ പറ്റും. അപ്പോൾ ചില ആളുകൾ ചില അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചില നെഗറ്റീവുകൾ കാണുമ്പോൾ ഇതിൻ്റെ പേരിലൊക്കെ ഞാൻ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചാൽ ഞാൻ പടച്ചവനോട് മറുപടി പറയേണ്ടി വരും, എന്തൊക്കെയാണ് എന്ത് ചെയ്യുക ചിന്തിക്കുക. അത് ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു വിവാഹാന്വേഷണം വന്നു, വിവാഹം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവൾക്ക് അവനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഇത് നിനക്ക് പറ്റില്ല. അപ്പോൾ എന്താ നിനക്ക് പറ്റാത്തതെന്ന് വെച്ചു. അപ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹം ഞാൻ വിചാരിച്ചില്ല കുറച്ച് ഉയരക്കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഉയരമുള്ള ഒരാൾ എനിക്ക് വേണ്ടാന്ന് അവൾ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും, ഒരു ഉയരക്കൂടലിന് അയാൾക്ക് നല്ല ജോലിയുണ്ട്, നല്ല ദീനിയാണ്, അയാൾ നല്ല സാമ്പത്തിക ശേഷിയുണ്ട്, പെർമനൻ്റ് ജോലിയാണ് എന്നൊക്കെ രക്ഷിതാക്കൾ പറയാണ്. പക്ഷെ ഇവൾക്ക് മനസ്സുകൊണ്ട് എന്തില്ല, അയാളുടെ ആകാരം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തിനാ അവർ നിർബന്ധിക്കണത്. അപ്പോൾ നമുക്കിഷ്ടപ്പെട്ടതേ നോക്കണം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ പോയി നോക്കണം. അപ്പോൾ പോയി നോക്കണം എന്തിനാ, പോയി നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടല്ലേ. അപ്പം ഇങ്ങനത്തെ ഒക്കെ ഒരാളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് നീ പറയാണോ എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതുകൊണ്ട് എത്ര നിസ്സാര കാര്യങ്ങളാണെങ്കിലും ഈ വ്യക്തിയുടെ തീരുമാനം പ്രധാനമാണ്. അപ്പോൾ അയാൾക്ക് തോന്നുകയാണെന്ത്, ഇവൾ ദീനിയായിട്ട് അത്ര നല്ലതല്ല, ഞാനും ഈ ദീനിയായ നിലക്ക് പെർഫെക്റ്റ് അല്ലാത്ത ആളുകളെ കൂടിയാൽ എൻ്റെ കാര്യങ്ങളും പ്രശ്നമായിത്തീരും. അതുകൊണ്ട് ഞാൻ ദീനുള്ള ഒരാളെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഫളുഫർ ബിദാത്തിദ്ദീൻ എന്നാണ്, അത് ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്. ഇതിൽ യാതൊരു ശങ്കയാക്ക് ആവശ്യമില്ല. എന്ത് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ വിവാഹം വേണ്ടെന്ന് വെക്കാം, നല്ലൊരു ദീനിയായ വിവാഹത്തിലേക്ക് വരാമെന്ന്. അതിപ്പോൾ തീരുമാനിക്കേണ്ട അപകടമല്ല. നാളെ നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ തീരുമാനിക്കുമ്പോൾ അതെന്തായിരിക്കും, രണ്ടാളുടെയും ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം അദ്ദേഹത്തിന് എടുക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സംശയങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലും വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് എഴുതി ചോദിക്കാം. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത ചൊവ്വാഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. വഖദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.